സർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രകൾ 26 തവണ അദ്ദേഹം വിദേശയാത്ര നടത്തി. അതിൽ കുറച്ച് തവണ അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ബാക്കി ഈ പോകുന്നിടത്ത് മുഴുവൻ കുടുംബസമേതമാണ് അദ്ദേഹം പോകുന്നത്. വിഴിഞ്ഞത്ത് അദ്ദേഹം കുടുംബത്തെ കൊണ്ടുവന്നതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇതിനെല്ലാം ചെലവ് ഖജനാവിൽ നിന്നാണ്. ഇപ്പോൾ വീണ്ടും മന്ത്രിമാർ വീണ്ടും വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. നമ്മുടെ കേരളത്തിന്റെ കടം 6 ലക്ഷം കോടി എന്ന കണക്കുകൾ വരുന്നു. ഇതെല്ലാം എവിടെ ചെന്നാണ് അവസാനിക്കുക? കേരളത്തിന്റെ ഒരു അവസ്ഥ, ഈ സർക്കാർ ഇറങ്ങി പോകുമ്പോൾ കേരളത്തിന്റെ ഒരു അവസ്ഥ എവിടെ എത്തും? അല്ല, ഇത് പല തരത്തിൽ നമുക്ക് കാണാം. നമ്മൾ ഇതിൻ്റെ ഒരു പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമ്മുടെ കേരളത്തിന് വേണ്ടത് എന്നുള്ളൊരു പ്രയോറിറ്റി നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. അത് നമ്മൾ കാണുന്നത് ഈ ഓരോ സന്ദർഭത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കറിയാം. വികസനത്തിൻ്റെ സങ്കല്പം തന്നെ നമ്മൾ ശരിയായ ദിശയിലാണോ എന്ന് എനിക്ക് സംശയമുള്ള ഒരാളാണ്. എന്താണ് യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത്? വികസനം എന്ന് പറയുന്നത് ആളുകൾക്ക് ഈ സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിൽ നമ്മളുടെ പ്രയോറിറ്റി നിശ്ചയിക്കണം. ഇതിൽ പോലും ഈ പറയുന്ന സാധാരണക്കാരന് വേണ്ടിയുള്ള വികസനത്തിൽ പോലും പ്രയോറിറ്റി നിശ്ചയിക്കണം. നമ്മളെപ്പോഴും കാണുന്നത് മിഡിൽ മാനെ കേറ്റർ ചെയ്യുന്ന ഒരു വികസനമാണ് എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്ക് എപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന വികസനത്തിൻ്റെ ആനുകൂല്യം അനുഭവിക്കാൻ പറ്റാത്തവരും കൂടിയാണ്. അവരെപ്പോഴും ഇത്തരത്തിൽ ഒരു മഴ പെയ്താൽ വെള്ളത്തിൽ മുങ്ങുകയും പാത്രങ്ങളെടുത്തിട്ട് ഓടുകയും ചെയ്യുന്ന ആളുകളാണ്. അവരെപ്പോഴും കട്ടിലെടുത്ത് മുകളിലിട്ടാൽ മാത്രം കിടക്കാൻ പറ്റുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ഈ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഇത്തരത്തിലൊരു കഴിവ്. അപ്പോൾ വികസനത്തിൻ്റെ ഈ ദൂർത്ത്, അല്ലെങ്കിൽ അതൊരു വികസന ദൂർത്താണ്. ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ്, ഇതിൻ്റെ ഔട്ട്കം എന്താണ്? ഈ ഔട്ട്കം പലപ്പോഴും ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന പോലും ഇപ്പോൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഏറ്റവും കൂടുതൽ ഏതാണ്ട് 800 കോടി രൂപയുടെ മുടക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് ചെയ്തപ്പോൾ പോലും ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ റോട്ടിൽ വെള്ളമാണ്. വെള്ളം റോട്ടിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊക്കി കെട്ടിയത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് മുഴുവൻ വെള്ളപ്പൊക്കമാണ് അവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം അതിലേ പോയിരുന്നു. അപ്പോഴവിടെ വണ്ടി ഓടാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കയറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മൾ ഇത്രയും കോടി മുടക്കി നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം എന്താണ്? റോഡിൽ വെള്ളം കയറാതിരിക്കുക എന്നുള്ളതാണ്. ഇതേ റോഡിൽ തന്നെ വെള്ളം കയറാതിരിക്കുമ്പോൾ ഇതിന്റെ സൈഡിലുള്ള വീടുകളിൽ മുഴുവൻ വെള്ളം കയറുകയാണ്. മനസ്സിലായോ? അപ്പൊ ഇതാർക്കാണ് പരിഗണന എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിലെ പോകുന്ന സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണോ വേണ്ടത്? അതിനോടൊപ്പം അപ്പൊ അതിനുള്ള മാർഗം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പ്രളയം വന്നപ്പോഴത്തേക്ക് അത്തരത്തിലുള്ള വികസനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. ഈ തൂണിൽ ഉയർത്തി നിൽക്കുന്ന വീടുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം, ഇപ്പം മന്ത്രിസഭയുടെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് ആർക്കാണ് ഈ മന്ത്രിസഭ ചെയ്ത കാര്യങ്ങൾ അറിയാത്തത്? എല്ലാ ദിവസവും പത്രങ്ങളിൽ വരുന്നതും ചാനലിൽ വരുന്നതും ഒക്കെ ഇത് തന്നെയാണ്. അതിനോടൊപ്പം വിമർശനങ്ങൾ വരും. അതൊക്കെയാണ്, വിമർശനങ്ങൾ ഉണ്ടാകണമല്ലോ. വിമർശനങ്ങൾ സഹിക്കാൻ പറ്റില്ല, പിന്നെ ഈ പണിക്ക് ഇറങ്ങരുത് ആരും. അപ്പോൾ അതിനു വേണ്ടി 100 കോടി എന്നാണ് വാർത്തകൾ വരുന്നത്. അതിനപ്പുറം ഉണ്ടെന്ന് പറയുന്നു. 500 കോടി എന്ന് അങ്ങനത്തെ പല വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ 100 കോടി എന്ന് വയ്ക്കി. ഈ സർക്കാർ 4 വർഷം ഭരിച്ചത് എന്താണെന്നും എന്താണ് ചെയ്തതെന്നും അറിയാത്തവരല്ല മലയാളികൾ. അതിനുവേണ്ടി അതിൻ്റെ ആഘോഷം സംഘടിപ്പിക്കാൻ വേണ്ടി 100 കോടി ചെലവാക്കുക എന്ന് പറഞ്ഞാൽ അൺസഹിക്കബിൾ എന്നൊക്കെ നമ്മൾ തമാശ പറയില്ലേ, അതിൻ്റെ അപ്പുറമാണ്. അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഒരു ഭരണാധികാരികൾ, അതും പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ തന്നെ ഇത്തരത്തിലുള്ള ദൂർത്തുകൾ ചെയ്യുന്നത് നമുക്ക് ഇപ്പോ. അതേസമയം തന്നെ 100 കോടിയെങ്കിൽ 100 കോടി സാറ് പറഞ്ഞതുപോലെ, അതേസമയം ആശമാർ ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി 1 രൂപ നീക്കി വെക്കാൻ ഈ സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതെ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ ആശമാരുടെ ഒരു വർഷം നമ്മൾ അതിനു മുമ്പ് കണ്ടു. CPO റാങ്കിലുള്ള ഒരു സമരം, അത് ജോലി തന്നെ വേണ്ടെന്ന് ഉപേക്ഷിച്ച് പോകുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളെ അഡ്രസ് ചെയ്യപ്പെടുന്നതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ട, അല്ലെങ്കിൽ ഭരണാധികാര സ്ഥാനത്തുള്ളവർ, ഭരിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ കാണുന്നു, നമ്മൾ മന്ത്രിമാരെല്ലാം വിദേശത്ത് പോകുന്നു, ഒരുപാട് കാഴ്ചകൾ കാണുന്നു. അതിലെന്താണ് നമ്മുടെ കേരളത്തിന് ഉപകാരപ്രദമായി നടപ്പാക്കിയതെന്ന് ചോദിക്കുമ്പോൾ ആ ചെലവാണോ ഈ ചെലവാണോ കാര്യം എന്നുള്ള ചോദ്യമില്ല. ഇപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി പോവുകയാണ്.
വ്യവസായ മന്ത്രി കേരള, ചൈന, സ്വിറ്റ്സർലൻഡ്, ഇന്ന് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ട്. അപ്പൊ അതിന് ചെലവഴിക്കുന്ന എന്തോ വലിയ കോടികളാണ്. ആ കോടികൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ ആശ എന്നുള്ളത് ആയിക്കോട്ടെ. ആശ ഇപ്പൊ കേന്ദ്രമാണോ കേരളമാണോ എന്നുള്ള വലിയ ചർച്ചകളാണല്ലോ ഇതിനിടയ്ക്ക് നിൽക്കുന്നത്, സർക്കാർ പറയുന്നത് കാര്യം. പക്ഷേ അതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ? കേന്ദ്രമായാലും കേരളമായാലും ഇത് രണ്ടുപേർക്കും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചിരിക്കാമെങ്കിൽ ഈ വിഷയം മാത്രം എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്? അപ്പൊ അതിനുള്ള പൈസ നമുക്കുണ്ടെങ്കിൽ അതാണോ പ്രയോറിറ്റി? അവിടെയാണ് ഞാൻ പറഞ്ഞ പ്രയോറിറ്റിയുടെ പ്രശ്നമുള്ളത്. ആഘോഷങ്ങളിലാണോ പ്രയോറിറ്റി ഉണ്ടാക്കേണ്ടത്? ഇപ്പം നമ്മുടെ അതുപോലെ തന്നെ ഈ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് നടത്തിയ വലിയ ചെലവ്, ഇത്രയും മന്ത്രിമാർ ഈ നാട് മുഴുവൻ സഞ്ചരിച്ച് അതിന്റെ വാർത്തകളൊക്കെ, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് അതെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മ്യൂസിയം ആക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശ പറയുന്ന പോലെയാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുക. അതിന്റെ അവസ്ഥ എന്താണ്? അതിന് ശേഷമുണ്ടായ അത് ഇതുവരെ ഒന്നും നടപ്പായിട്ടില്ല എന്നുള്ള വാർത്തകൾ ഇപ്പോൾ എല്ലാ പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രയോറിറ്റി നിശ്ചയിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ ആദ്യം പിണറായി സർക്കാർ ഒന്നാം തവണ വന്നപ്പോഴത്തേക്കും UDF ഇത് മുഴുവൻ കാലിയാക്കി പോയി എന്ന് പറഞ്ഞവരാണ്. പക്ഷെ ഇപ്പോഴും നമ്മളുടെ കടം കേന്ദ്രത്തിന് കൊടുക്കാനുള്ള, വീട്ടാനുള്ള കടം, അവിടെ നിന്ന് കിട്ടാനുള്ള കടം, ഇത് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് നമുക്ക് ആർക്കും അറിയാവുന്നത്? രണ്ടു കൂട്ടരും പറയുന്നതല്ലാതെ നമുക്കറിയില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശരിക്ക് ഒരു സംസ്ഥാനത്തെ ജനങ്ങളാണ് മൊത്തത്തിലുള്ള ഒരു ആലോചനയാണെങ്കിൽ അതിൻ്റെ ഈ അനാവശ്യ ചെലവുകൾ ധാരാളമായി വരുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിദരിദ്രരുള്ള സംസ്ഥാനമാണെന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾക്ക് നാണക്കേടുണ്ടാകേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നാണക്കെടണം. മുഖ്യമന്ത്രി മാത്രമല്ല, ഭരണക്കാർ മാത്രമല്ല, ഈ കേരളത്തിലുള്ള എല്ലാവരും നാണക്കെട്ടിൽപ്പെടേണ്ട ആളുകൾ. പിന്നെ നമ്മുടെ മാലിന്യ സംസ്കരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കോടികൾ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, കേരളത്തിലെ എന്താണ് മാലിന്യത്തിൻ്റെ അവസ്ഥ, ഇതൊന്നും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒരുപാട് പദ്ധതികളും നടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതെല്ലാം പെരുകി വരുന്ന അവസ്ഥയാണ്. അപ്പം അതിനൊരു കൺട്രോൾ ഉണ്ടാക്കാനോ അത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അവിടെയാണ് ഒരു വശത്ത് ദൂർത്ത് നടക്കുമ്പോൾ ഒരു വശത്ത് കൃത്യമായ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൃത്യമായ ഒരു ഓഡിറ്റിംഗ് നടക്കാതെ ചെലവിടുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. രണ്ടും ഒരേപോലെ ദൂർത്താണ്. സർ, ഇതുപോലെ തന്നെ ഇത് പറയുമ്പോൾ തന്നെ ഈ കേസുകൾക്ക് വേണ്ടി ഇപ്പൊ സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചത്. അതുപോലെ ശരത് ലാലിനെയും കൃപേഷിൻ്റെയും ആ കേസിന് വേണ്ടിയിട്ടും കോടികൾ ചെലവഴിക്കുന്നു. SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്നു. മാത്രമല്ല ഹെലികോപ്റ്ററിന്റെ വാടക, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനായിട്ട്, ഇതിനൊക്കെ കോടികളുണ്ട്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യങ്ങളിലേക്കൊന്നും ഇവരുടെ കയ്യിൽ ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ വിശ്വസിക്കാനാകും? അതാണ് ഇന്നത്തെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പറഞ്ഞ ഇപ്പോൾ കേസുകൾ ഉണ്ടാകുമ്പോൾ, പാർട്ടി കേസുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും അത് സർക്കാരാണോ ചെലവാക്കേണ്ടതെന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതിന് കോടികൾ മുടക്കുമ്പോൾ അത് ആരുടെ നികുതിപ്പണമാണ് ഈ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അത് ഒരുത്തനെ കൊന്നാൽ അത് തീരുമാനിക്കപ്പെടേണ്ടത് കോടതിയാണ്. അത് ശിക്ഷിക്കപ്പെടേണ്ട, ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് പ്രതികളാണ്. അപ്പോൾ അതിൽ പല നെക്സസ് നമ്മൾ ആലോചിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ഒരാളുടെ പിന്നാലെ, ഒരാളെ കൊന്നവരുടെ പിന്നാലെ ഒരു പാർട്ടി നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ആ പാർട്ടിക്കൂടെ ബന്ധമുണ്ടെന്നാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാരണവശാലും പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് പൈസ മുടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ കേസിൽ ശിവരാജൻ കമ്മീഷന് വെച്ചിട്ട് അതിൻ്റെ പൈസ എത്ര മുടക്കി, ആ കേസ് എവിടെ എത്തി, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മറ്റ് കേസുകളിൽ എന്താണ് സംഭവിച്ചത്, ഇനിയും പൈസ മുടക്കി അപ്പീലിന് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നേട്ടമുള്ളത്? അത് ഈ പറഞ്ഞ സാധാരണക്കാരായ ഒരുപാട് പേർക്ക് നൽകാനുള്ള കാശാണ് നമ്മൾ ഈ എടുത്തിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നിത്യേന ഈ ചാനലുകളിലും പത്രങ്ങളിലും അല്ലെങ്കിൽ മീഡിയകളിൽ കാണുന്ന വാർത്തകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനാണല്ലോ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് ഒരു സർക്കാരിൻ്റെ ദൗത്യം. അത് നടക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുമ്പോഴാണ് ആളുകൾക്ക് പലപ്പോഴും പ്രതിഷേധമുണ്ടാകുന്നത്. അങ്ങനെയാണ് പലപ്പോഴും സർക്കാരുകൾ മറിഞ്ഞു വീഴുന്നത്. ഈ ആളുകൾ ഇതെല്ലാം കാത്തുവെക്കുകയല്ലേ എപ്പോഴും. നമ്മളുടെ ഈ 2 സർക്കാരുകൾ ഒഴികെ ബാക്കി നമ്മൾ കണ്ടതെല്ലാം മാറി മാറി സർക്കാർ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരാശ്വാസത്തിന് വേണ്ടി വേറൊരാളെ നമ്മൾ കണ്ടെത്തുമ്പോൾ, പൊതുജനങ്ങൾ കണ്ടെത്തുമ്പോൾ, ആ കണ്ടെത്തുന്നത് അതിനെയും വലിയ ദുരന്തമാകുമ്പോഴത്തേക്കും ആളുകൾ വീണ്ടും തിരിച്ച് ചിന്തിക്കും. അതന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നു
ഈ ദുരന്തങ്ങളെ വെച്ചിട്ട് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച നേതാവാണ് പിണറായി വിജയൻ എന്ന്. കാരണം ആദ്യത്തെ സമയം പ്രളയം, രണ്ടാമത് കോവിഡ്, വീണ്ടും ഇപ്പൊ കോവിഡ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. സാർ, ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, അതൊക്കെ വെറും അന്ധവിശ്വാസം. അതിലൊന്നും നമ്മൾ അങ്ങനെ ബലം പിടിക്കേണ്ട കാര്യമില്ല. അത് തെറ്റായ നടപടികളാണല്ലോ. അങ്ങനെ ദുരന്തങ്ങൾ എപ്പോഴും ഉണ്ടാകാം. അതിൽ നിന്ന് മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അല്ല, അത് മുതലെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഇപ്പൊ ആ ഒരു ദുരന്തത്തെ അദ്ദേഹം കൃത്യമായ രീതിയിൽ അദ്ദേഹം അതിനെ ഒരു മറികടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതെന്നറിയോ, അത് ഭരണാധികാരി ആക്ട് ചെയ്യണ്ടേ? പ്രളയമുണ്ടായി, അത് ആക്ട് ചെയ്യണ്ടേ? അത് നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയമായി കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്ത ആളാണ്. എന്ന് വെച്ചാൽ അതിപ്പോ എ ഓർ ബി, ആ സമയത്ത് പിണറായി വിജയനായി എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ആ സമയത്ത് ഒരു പ്രളയം കേരളം കണ്ട, അത് പ്രളയം മന്ത്രി നിർമ്മിതമാണോ അല്ലാത്തതാണോ മഴ പെയ്തതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇരിക്കുമ്പോൾ പോലും എന്തായാലും കേരളം മുഴുവൻ വെള്ളത്തിലായി എന്ന് നിൽക്കുമ്പോൾ ഒരു ഭരണാധികാരി ആക്ട് ചെയ്യണം. അതിന് സംശയമില്ല. കൊറോണ ലോകം ഇതുവരെ കാണാത്തൊരു ദീനം വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അതൊരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് കാണേണ്ട കാര്യം. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ വേറൊരു തരത്തിലൊരു അന്ധവിശ്വാസമായി കരുതേണ്ട. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചതും. അപ്പൊ എന്തായാലും ഈ ചെലവഴിക്കുന്ന തുകകൾ നമുക്ക് അതുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താമെന്ന് തോന്നുന്നു. ഈ ചെലവഴിക്കുന്ന തുകകൾ കൃത്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത് ഒരു ഭരണാധികാരി തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിവാണ് ഇലക്ഷനിൽ ജനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭരണാധികാരി തിരിച്ചറിയും, അല്ലെങ്കിൽ നേരത്തെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും. അത് ജനങ്ങൾ അത് ശരിയായിട്ടാണ് അവർ ഗ്രഹിക്കുന്നതെങ്കിൽ വീണ്ടും അനുകൂലമായ തരംഗം ഉണ്ടാകും. സ്വാഭാവികമല്ലേ? അത് തന്നെയാണ് തിരിച്ചടി എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്തിൽ ബാലറ്റാണ്. ആ ബാലറ്റിലൂടെ മാത്രമേ അതിന് മറുപടിയുള്ളൂ. നമുക്കിപ്പോൾ നാളെ ഭരണാധികാരിയെ വിളിച്ച് താഴെ ഇറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവര് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു ഭരണാധികാരിയാണ്. അത് തിരുത്തുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ തിരുത്തുന്നില്ലെങ്കിൽ അത് ജനങ്ങൾ തിരുത്തും. അതിന് ഉള്ള സാക്ഷ്യം കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്.